സ്വാഗതം. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ ഡിവിഷൻ എന്ന പ്രോഗ്രാമിന്റെ 185-ാം ദിവസമായി ഇന്ന് മുഖ്യാതിഥിയായി പങ്കുചേരുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ഷാനിമോൾ സി കുരിക്കൾ മാഡമാണ്. യുലേൺ ഇന്റർനാഷണൽ സ്ഥാപനത്തിന്റെ സിഇഒയും പാരന്റിംഗ് കോച്ചും എഡ്യൂക്കേഷണൽ ട്രെയിനറുമാണ് അവർ. വിദ്യാഭ്യാസ പരിശീലന രംഗത്ത് 10-ലധികം വർഷത്തെ പ്രവർത്തന പരിചയവും GCC രാജ്യങ്ങളിലായി 5 വർഷത്തെ അന്താരാഷ്ട്ര പരിശീലന പരിചയവും മാഡത്തിനുണ്ട്. കൂടാതെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ടീച്ചർ ട്രെയിനിങ്, ലീഡർഷിപ്പ് ട്രെയിനിങ് എന്നീ മേഖലകളിൽ മികച്ച വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. നിലവിൽ കണ്ണൂർ സൈതൂൺ ഇന്റർനാഷണൽ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന അവർ UGC JRF നേടിയ ഒരു റിസർച്ച് സ്കോളർ കൂടിയാണ്. ഇന്ന് ആൻ ഇൻട്രൊഡക്ഷൻ ടു ആക്സന്റ് ട്രെയിനിങ് എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഷാനിമോൾ മാഡം നമ്മളോട് സംസാരിക്കുന്നത്. ഈ സെഷനിലേക്ക് മാഡത്തെ ആദരവോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിൽ കൂടെയുള്ള ഷമീമ മാഡം, ടീം മെമ്പേഴ്സ്, പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഷാനിമോൾ മാഡത്തെ ക്ഷണിക്കുന്നു. ഓവർ ടു യു മാഡം. Thank you. Good morning. I'm suffering from a little fever, so അതിൻ്റെ ഒരു ക്ഷീണം എനിക്കുണ്ട്. ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് an introduction to accent training എന്നാണ്. ഇപ്പം ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ കാരണം തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. സോ നമ്മള് ആക്സെന്റ് എന്ന് പറയുമ്പോൾ ഉള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ, എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആക്സെന്റിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് വാട്ട്സ് ആക്സെന്റ് എന്ന് നോക്കാം. നമ്മളെ ഒരു ധാരണ അനുസരിച്ച് നമുക്ക് പ്രധാനമായിട്ടും 2 ആക്സെന്റ്സ് ആണുള്ളത്. ഒന്ന് ബ്രിട്ടീഷ് ആക്സെന്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പം കനോട്ട് അല്ലെങ്കിൽ കാൻറ്റ് എന്ന് ബ്രിട്ടീഷ് ആക്സെന്റിൽ പറയുമ്പോൾ നമ്മൾ കാൻറ്റ് എന്ന് പറയും. അമേരിക്കൻ ആക്സെന്റിൽ കാൻറ്റ് എന്നാണ് പറയുക, ഒരു ചെറിയ ചെരിവ് വരും. ഇന്ത്യൻ ഇത് രണ്ടും അല്ല. ഇന്ത്യനിൽ നമുക്ക് എന്തും പറയാം. ഇന്ത്യൻ ആക്സെന്റ് എന്ന് പറയുമ്പോൾ ക്ലിയർ ഇംഗ്ലീഷ്, പക്ഷെ ബ്രിട്ടീഷ് ഓർ അമേരിക്കൻ ആക്സെന്റ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആക്സെന്റ് കൃത്രിമമായി ഫോളോ ചെയ്യുന്നതിനേക്കാളും നല്ല ആക്സെന്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പ്രൊനൗൺസിയേഷൻ, സ്പീച്ചിലുള്ള ക്ലാരിറ്റി തുടങ്ങിയവയാണ് ഒന്നുകൂടി നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പം നല്ലൊരു ആക്സെന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു 3-4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് പിച്ച്, നമ്മുടെ ടോൺ, ഇൻറ്റോണേഷൻ, സ്ട്രെസ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച് ചെറിയൊരു അക്കൗണ്ട് പറഞ്ഞിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഒന്നാമത്തെ കാര്യം പിച്ച്. പിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? പിച്ച് എന്ന് പറയുമ്പോൾ pitch is how low or high your voice goes എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെ. അതായത് എത്ര ഹൈറ്റിലാണോ അല്ലെങ്കിൽ എത്ര താഴ്ന്നിട്ടാണോ നിങ്ങളുടെ വോയിസ് പോകുന്നത്, അതിന് ഇംഗ്ലീഷിൽ വളരെ പ്രാധാന്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഐ എം ഹോം എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്ത് പറയാം? ഐ എം ഹോം എന്ന് പറയാം, ഐ എം ഹോം. ഈ 2 രീതിയിലും പറയാം. ഇപ്പൊ നമ്മൾ കുറച്ച് ഹൈറ്റിൽ പിടിച്ചിട്ടും പറയാം, കുറച്ച് മെല്ലെയും പറയാം. ഐ എം ഹോം എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് അല്ല ഐ എം ഹോം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പം ഫോർ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ റിയലി, റിയലി എന്ന് നമ്മൾ പല രീതിയിലും പറയാറുണ്ട്. നമുക്ക് എങ്ങനെ പറയാം? റിയലി എന്ന് ചോദിക്കാം, റിയലി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ
റിയലി എന്ന് ചോദിക്കാം. റിയലി ഈ 4 രീതിയിലും ചോദിക്കാം അല്ലെ. നമ്മൾ വായിക്കുമ്പോൾ, സ്ഥിരമായിട്ട് വായിക്കുമ്പോൾ, നമ്മൾ ഒരു ബുക്ക് ക്ലാസ്സിൽ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെൻ വി ആർ ഇന്ററാക്ടിങ് വിത്ത് സമ്മൺ, എന്തുണ്ടായിരിക്കും, നമുക്ക് ആ ഒരു നമ്മുടെ ലാംഗ്വേജ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മൊണോട്ടണസ് ആവും. മൊണോട്ടണസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വുഡ് ബി സോ കോൺഷ്യസ് അബൌട്ട് വാട്ട് വി ആർ ടോക്കിംഗ്. അപ്പൊ നമ്മൾ ഗ്രാമർ ശരിയാണോ, നമ്മൾ ഈ am I enough confident to deliver something, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരികയും, ഇപ്പൊ റിയലി എന്ന് പറയുമ്പോൾ ഏതൊരു ഇമോഷനാണോ അതിലിടേണ്ടത് അതിന് മെനക്കെടാതെ ആ ഒരു വാക്ക് വളരെ വിരസമായിട്ട് പറഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വാക്കിനും അതിൻ്റെതായിട്ടുള്ള പിച്ച്, അതിൻ്റെതായിട്ടുള്ള ഇമോഷൻ മീൻസ് ടോൺ, ആ ടോണൊക്കെ കൊടുത്തിട്ടാണ് സംസാരിക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ബോഡി ഉപയോഗിക്കും അല്ലേ. വി വുഡ് ഹാവ് ദീസ് ഹാൻഡ് ജെസ്റ്റേഴ്സ്, നമ്മുടെ കൈകൾ മൂവ് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ തല മൂവ് ചെയ്യുന്നുണ്ടാവും. ആണ് എന്ന് പറയുമ്പോൾ ഉള്ള മൂവ്മെന്റ് അല്ല നമ്മുടെ തലക്ക് അല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവും. നമ്മുടെ ബോഡി ലാംഗ്വേജ് ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഈ സംഭവങ്ങളൊന്നും കൊണ്ടുവരാൻ നമുക്ക് കഴിയാതിരിക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രക്ക് അങ്ങോട്ട് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുകയോ ചെയ്യും. സോ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ, മദർ ടങ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മളെ ബോഡി മൂവ്മെന്റ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ പാർട്ട്ണറിനോട് പിണങ്ങിയിരിക്കുകയെന്ന് വിചാരിക്കും. അപ്പോ നമ്മളോട് ആൾ എന്തെങ്കിലും ചോദിക്കുന്നു, നമ്മൾ എന്ത് പറയുന്നു, എന്താ നീ സംസാരിക്കാത്തോ, ഓ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അനങ്ങാണ്ട് ഇരിക്കുമ്പോൾ ആണ് നമുക്ക് അങ്ങനെ ഒരു മൊണോട്ടണസ് ആയിട്ടുള്ള വോയിസ് വരും. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നമ്മളെ ബോഡി മൂവ് ചെയ്യില്ല. നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ തീരുമാനിക്കാതെ നമ്മളൊരു ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റില്ലായിട്ട് ഇരിക്കുക ചെയ്യുക. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരാളോട് വഴക്കൂടുമ്പോഴോ, നമ്മൾ ഭയങ്കരമായിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞേ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖം ഒരുപാട് എക്സ്പ്രഷൻസ് വരും, നമ്മുടെ കൈ, നമ്മുടെ ബോഡി ഷിവർ ചെയ്യും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും ഒക്കെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എ മൊണോട്ടോൺ വോയിസ് കംസ് ഫ്രം എ മൊണോട്ടോൺ ബോഡി. നമ്മുടെ അനങ്ങാത്ത ബോഡിയിൽ നിന്നാണ് വലിയ അനക്കൊന്നുമില്ലാത്ത വോയിസ് വരിക. ഇഫ് യു വാണ്ട് ടു പുട്ട് യുവർ ഇമോഷൻസ്, യുവർ തോട്ട്സ്, യുവർ എക്സ്പ്രഷൻസ്, യുവർ ആങ്സൈറ്റീസ്, യുവർ പ്ലഷർ, എന്തും ആവട്ടെ, എന്തും നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് കൊണ്ടുവരണം. അങ്ങനെ മറ്റുള്ളവരോട് നിങ്ങളുടെ ലാംഗ്വേജിലൂടെ കാര്യങ്ങൾ കൺവേ ചെയ്യണം എന്നുണ്ട് എങ്കിൽ യു ഷുഡ് മൂവ് യുവർ ബോഡി. നിങ്ങളുടെ ഹാൻഡ്സ്, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഫേസ് ഒക്കെ മൂവ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിലൂടെ ആയാലും മലയാളത്തിലൂടെ ആയാലും ആ ഒരു എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ അടുത്തത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനോ അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ ഒരു ഭാഗത്തോ ആയിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു സ്ട്രെസ് കൊടുക്കുക, എക്സ്ട്രാ ഫോഴ്സ് കൊടുക്കുക. സ്ട്രെസ് ഈസ് ഗിവിംഗ് എക്സ്ട്രാ ഫോഴ്സ് ടു എ പാർട്ട് ഓഫ് എ വേർഡ് ഓർ എ സെന്റൻസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, പ്രസന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് ഉണ്ട്. അത് നൗണിനും വെർബിനും 2 തരത്തിലാണ് ഉച്ചരിക്കുക. നൗണിന് പ്രസന്റ് എന്ന് പറയും, പ്രസന്റ്. നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളെ നമ്മൾ വിളിക്കാറുണ്ടല്ലോ. കുട്ടികൾ വിളിക്കുമ്പോൾ കുട്ടികള് നമ്പർ 1 എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയില്ലേ പ്രസന്റ് എന്ന് പറയില്ലേ? അത് അതേസമയം പ്രസന്റ്, യു മേ പ്രസന്റ് യുവർ ടോപ്പിക് എന്ന് പറയുമ്പോൾ ആ പ്രസന്റ് ഹാജർ എന്നുള്ളതിന്റെ അർത്ഥമല്ല, അതെന്താണ്, അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ സ്ട്രെസ് സെക്കൻഡ് സിലബിളിലാണ് വരുന്നത്. ആദ്യത്തെ പ്രസന്റിന് പ്രസന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സിലബിളിൽ വരുമ്പോൾ പ്രസന്റ് എന്ന വേർബിന് സെക്കൻഡ് സിലബിളിലാണ് വരുന്നത്. അതായത് പ്രസന്റ് എന്ന് പറയും, പ്രസന്റ് യുവർ ടോപ്പിക്, പ്രസന്റ് യുവർ ടോപ്പിക് റൈറ്റ് നൗ, ആ ഒരു രീതിയിലാണ് പോവുക. അതുപോലെ കോൺട്രാക്ട്, കോൺട്രാക്ട് ഈ രീതിയിൽ വരും. റെക്കോർഡ്,
റെക്കോർഡ്, ഈ രീതിയിൽ വരും. ഓക്കെ, സോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിപ്പം സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള മറ്റൊരു വാക്ക് നോക്കാം. ഫോട്ടോഗ്രാഫ്, ഫോട്ടോഗ്രാഫർ, ഫോട്ടോഗ്രാഫിക്. ഇത് മൂന്നും നമ്മൾ പ്രത്യേകിച്ച് വികാരമൊന്നുമില്ലാതെ വളരെ സുഖസുന്ദരായിട്ട് ജീവിതത്തിലുടനീളം പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ 3 വാക്കിൻ്റെയും സ്ട്രെസ് പലയിടത്തായിട്ടാണ് വരുന്നത്. ഈ സ്ട്രെസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആക്സെന്റ് കിടക്കുന്നത്, നമ്മുടെ സ്പീച്ചിലെ ക്ലാരിറ്റി കിടക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫ് എന്നാണ് ഒരു ഫോട്ടോഗ്രാഫ്. ദ സ്ട്രെസ് ഫോൾസ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. ഫസ്റ്റ് പാർട്ടിലാണ് വരിക. സിലബിൾസ് ഒക്കെ, സിലബിൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരുവിധം എല്ലാവർക്കും അത് കേട്ട് പരിചയം ഉണ്ടായിരിക്കും, ചിലർക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. അപ്പോൾ ഫോട്ടോ എന്നുള്ളതിന്റെ ഫോട്ടോഗ്രാഫ് എന്ന് വരും. പക്ഷെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫർ ടോ എന്ന് പറയുന്നിടത്താണ് ആ സ്ട്രെസ് വരുന്നത്. ഇനി വീണ്ടും ഫോട്ടോഗ്രാഫിക് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഫോട്ടോഗ്രാഫിക് ഗ്രാഫ് എന്ന ഒരു ഭാഗത്ത് സ്ട്രെസ് വരും. അപ്പോ ഹീസ് എ ഫോട്ടോഗ്രാഫർ. It's a photograph. It's the image is really photographic എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രെസ് എവിടെയാണ് എന്ന് മനസ്സിലാക്കിയെടുത്ത്, ഇഫ് വി ട്രെയിൻ അവർ സെൽസ് വിത്ത് ദോ സ്ട്രെസ് ഇൻഡോനേഷൻ പിച്ച് ആൻഡ് ഓൾ, നമ്മുടെ ലാംഗ്വേജ് നാച്ചുറലി ആക്സെന്റ് കൈവരിക്കും. ഓക്കെ, സോ ഇനി മറ്റൊരു സെന്റൻസിൽ, ഇപ്പൊ നമ്മൾ വേർഡ്സിൽ എങ്ങനെയാണ് സ്ട്രെസ് വരിക എന്നാണ് നോക്കിയത്. ഇനി സെന്റൻസിൽ എങ്ങനെയാണ് സ്ട്രെസ് വരിക? സെന്റൻസിൽ എവിടെയാണോ സ്ട്രെസ് വരുന്നത് അതിനനുസരിച്ച് സെയിം ഗ്രാമറുള്ള സെയിം സെന്റൻസിന്റെ മീനിങ് മാറും. ഇപ്പൊ നമുക്ക് നോക്കാം. ഐ വോണ്ട് എ കാർ എന്നൊരു സെന്റൻസ് നമുക്ക് നോക്കാം. അതില് ഐ വോണ്ട് എ കാർ എന്ന് പറയുമ്പോ എന്താണ്? എനിക്ക് ഒരു കാറ് വേണം, എനിക്ക് ഒരു കാറ് വേണം, അല്ലെ? എനിക്ക് വേണം എന്നുള്ളിടത്താണ് അവിടെ സ്ട്രെസ്. ഇനി ഐ വോണ്ട് എ ന്യൂ കാർ എന്നാണ് കേട്ടോ. ഐ വോണ്ട് എ ന്യൂ കാർ. ദെൻ അടുത്തത് വരുന്നത് സെയിം സെന്റൻസ്, ഐ വോണ്ട് എ ന്യൂ കാർ. എനിക്ക് ഒരു കാറ് വേണം. ആ വേണം എന്നുള്ളിടത്താണ് സ്ട്രെസ് വരുന്നത്. ഞാൻ എന്നുള്ളതിനേക്കാളും വേണം എന്നുള്ളിടത്ത് സ്ട്രെസ് വരുന്നു. നമ്മളിപ്പോ വീട്ടിൽ വഴക്കൂടുമ്പോഴൊക്കെ, വീണ്ടും ഈ വീട്ടിൽ വഴക്കൂടുമ്പോഴുള്ള കാര്യം പറയുന്നത് അപ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള ഒരു സ്ട്രെസ് വരിക. അതുകൊണ്ടാണ്. ദെൻ ഐ വോണ്ട് എ ന്യൂ കാർ. കാർ നമ്മൾ വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചു, നമുക്കൊരു പഴയ കാറ് മതിയോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതായിരിക്കും ഐ വോണ്ട് എ ന്യൂ കാർ എന്ന് പറയുന്നു. ദെൻ എനിക്ക് കാറ് തന്നെ വേണോ, ഒരു ബൈക്ക് പോലെ? ഐ വോണ്ട് എ ന്യൂ കാർ. അപ്പോ ഇറ്റ്സ് എ സെയിം സെന്റൻസ്. പക്ഷെ നമ്മൾ 4 തവണയായിട്ട് ഓരോ വേർഡിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞപ്പോഴും അതിന്റെ മീനിങ് മാറി. ആദ്യം ഞാൻ എന്നിടത്ത് സ്ട്രെസ് വന്നു, എനിക്ക് എന്നുള്ളിടത്ത്, പിന്നെ എനിക്ക് വേണം എന്നുള്ളിടത്ത് സ്ട്രെസ് വന്നു, പിന്നെ ന്യൂ എന്നുള്ളിടത്ത് സ്ട്രെസ് വന്നു, പിന്നെ കാർ എന്നുള്ളിടത്ത് സ്ട്രെസ് വന്നു. 4ന്റെ മീനിങ് ഡിഫറെന്റ് ആണ്, അല്ലെ? മീനിങ് ഡിഫറെന്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്ട്രെസ് കൊടുത്തടുത്ത് മീനിങ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ദെൻ നോട്ട്സ് കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അയ്യോ, ദെൻ നമുക്ക് വരുന്നത് നമ്മുടെ ടോൺ ആണ്. ടോൺ എന്ന് പറയുമ്പോൾ we are putting emotions into our language. ടൊണാലിറ്റി എന്ന് പറയും. ടൊണാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഐ ഡിഡ്ന്റ് സ്റ്റീൽ ഹെർ മണി എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിൽ പറയാം. ഐ ഡിഡ്ന്റ് സ്റ്റീൽ ഹെർ മണി, വളരെ സീരിയസ് ആയിട്ട് പറയാം. ഐ ഡിഡ്ന്റ് സ്റ്റീൽ ഹെർ മണി, അങ്ങനെ പറയാം. ഐ ഡിഡ്ന്റ് സ്റ്റീൽ ഹെർ മണി എന്ന് പറയാം. അപ്പോ ഈ ഒരു നമ്മുടെ ഇമോഷൻസ് വളരെ
കൃത്യമായിട്ട് നമുക്ക് പറയേണ്ട കാര്യത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ, നമ്മളെല്ലാവരും ട്രെയിനേഴ്സാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോഴും അല്ലാത്തപ്പോഴും ടീച്ചേഴ്സ് ആണെങ്കിലും നമുക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാനുണ്ടാവും. പക്ഷെ നമുക്ക് എപ്പോഴും ഈ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നമ്മളുടെ ബോഡിയെയോ നമ്മുടെ ശബ്ദത്തിനെയോ ഫ്രീ ആക്കി വിടില്ല. നമുക്ക് എപ്പോഴും, എസ്പെഷ്യലി മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചിട്ട് വന്ന കുട്ടികൾക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നം, അവരിങ്ങനെ പിടിച്ചിട്ടാണ് സംസാരിക്കുക. ഇപ്പൊ നേറ്റീവ്സ് സംസാരിക്കുമ്പോൾ ഇപ്പോ വോണ്ട് ടു എന്നുള്ളതിന് എന്ത് പറയും? വോണ എന്ന് പറയും. നമ്മളിങ്ങനെ കുറച്ചുകൂടി സ്പീഡിൽ, അതായത് ഒന്ന് വെച്ചടുത്ത് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പോലും ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതി, ഒരു വാക്ക് കഴിഞ്ഞ് അത് വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് ഉച്ചരിച്ചിട്ട് അടുത്ത വാക്കിലേക്ക് പോവുക എന്നുള്ളതാണ്. മലയാളത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനല്ല. ഇംഗ്ലീഷ് ഹാസ് എ മ്യൂസിക്. ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് കാര്യങ്ങൾ വളരെ ഫ്ലോയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ശരിക്കും ഇംഗ്ലീഷിന്റെ ഒരു ഫ്ലുവൻസി കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി. അത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് മലയാളം നമ്മൾ മറന്നേ പറ്റുള്ളൂ. മലയാളം മറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വാക്കും ഇങ്ങനെ പിക്ക് ചെയ്ത് എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, അവർക്കൊരു 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സ്കൂളിൽ ചെന്ന സമയത്ത് അവിടുത്തെ എല്ലാ കുട്ടികളും അവർ സംസാരിക്കണ പോലെ സംസാരിക്കുന്നു. ഇപ്പം അവര് ചോദിക്കുക, വാട്ട് ഈസ് യുവർ നെയിം? അപ്പൊ കുട്ടികൾ അങ്ങനെ തന്നെ സംസാരിക്കും. പക്ഷെ ഏറ്റവും വലിയ ദുരന്തം എന്താന്ന് വെച്ചാൽ, ടീച്ചറുടെ ഇംഗ്ലീഷിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ടീച്ചർക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല. അതുകൊണ്ട് ഒരു 25 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടും ടീച്ചർക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുണ്ട് എന്ന് ടീച്ചർക്ക് തോന്നുന്നില്ല. ടീച്ചർ വിചാരിച്ച ടീച്ചറുടേത് പെർഫെക്റ്റ് ഇംഗ്ലീഷ് ആണെന്നാണ്. അപ്പോ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്ക് കാര്യങ്ങൾ അറിയാം എന്നുള്ള തോന്നൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള. ഇപ്പോ നമ്മൾ ഈ കണക്റ്റഡ് സ്പീച്ച് എന്ന് പറയുമ്പോൾ, നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന ഒരു രീതി, ഫോർ എക്സാമ്പിൾ പിക്ക് ഇറ്റ് അപ്പ് എന്ന് പറയും. പിക്ക് ഇറ്റ് അപ്പ് എന്നുള്ളതിന് പിക്ക് ഇറ്റ് അപ്പ് വളരെ സ്പീഡിൽ സംസാരിക്കുക. want to എന്നുള്ളതിന് വോണാന്ന് സംസാരിക്കുക. അതുപോലെ ഹഫ്റ്റ എന്ന് പറയുള്ളൂ അവര്. ഗുഡ് ഡേ എന്നുള്ളതിന് ഗുഡ് ഡേ. ഇങ്ങനെ ഓരോ സ്ഥലത്തും അനാവശ്യമായിട്ട് നിർത്താതെ കുറച്ചുകൂടി സ്പീഡിൽ ഏതൊക്കെ രീതിയിൽ, ഇപ്പൊ വാണ ഗോണ എന്നൊക്കെ നമ്മുടെ ന്യൂ ജനറേഷൻ പറയുമ്പോൾ നമുക്ക് ചിരി വരാറുണ്ട് അല്ലെ. പക്ഷെ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിരിക്കും. കാരണം അവര് ഇങ്ങനെയുള്ള ലാംഗ്വേജ് കേട്ടിട്ടാണ് വളരുന്നത്. നമ്മളാണ് എവിടെയോ സ്റ്റക്കായി പോയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇങ്ങനെ നിർത്താതെ സംസാരിക്കുമ്പോഴും വേണ്ടിടത്ത് പോസ് ഇടണം. അതായത് ഒരു സെന്റൻസിന് ശേഷം, ഇപ്പം ഒരു കാര്യം നോക്കാം നമുക്ക്. വാസ് ഷീ ഹിയർ എന്ന് ചോദിക്കുമ്പോൾ വാസ് ഷീ ഹിയർ എന്നാണ് നമ്മൾ ചോദിക്കുക. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സ്ട്രെസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടക്ക് പോസ് ചെയ്യേണ്ടി വരും, ഇടക്ക് പിച്ച് കൂട്ടേണ്ടി വരും. വാസ് ഷീ ഹിയർ, വാസ് ഷീ ഹിയർ. നമ്മൾ ഷീ ഹിയർ എന്നുള്ളത് ഒരുമിച്ച് പോയാലും വാസ് എന്നുള്ളത് ഔട്ട്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കും. കാരണം ഉണ്ടായിരുന്നോ, അവൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്നാണ് പറയുന്നത്. വാസ് ഷീ രണ്ടും കൂടി ഒരുമിച്ച് വരും. വാസ് ഷീ ഹിയർ, അവൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. വാസ് ഷീ ഹിയർ, അവൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ 2-3 ചേഞ്ചസ്, 2-3 തരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, ഓരോ കാര്യത്തിനെ സ്ട്രെസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ആ സ്ട്രെസ് ചെയ്യുന്ന ഭാഗം ഒന്ന് പോസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്തേക്ക് പോവുക. ബാക്കിയുള്ളത് ഒരുമിച്ച് വരും. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ഗ്രാവിറ്റാസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇപ്പൊ ഇൻഡോനേഷ്യൻ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇൻഡോനേഷ്യൻ പെട്ടെന്ന് പറയാം. ഇൻഡോനേഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ഇൻഡോനേഷ്യനിൽ വരുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ കാര്യമായിട്ട് വരുന്നത്
റൈസിങ് ഇൻഡോനേഷ്യൻ, ഫാളിങ് ഇൻഡോനേഷ്യൻ. റൈസിങ് ഇൻഡോനേഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത് ക്വസ്റ്റ്യനിലാണ് വരിക. റൈസിങ് ഇൻഡോനേഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സെന്റൻസിന്റെ ഒരു ലാസ്റ്റ് വെച്ചിട്ട് നമ്മുടെ സൗണ്ട് കുറച്ച് ഹൈറ്റിലോട്ട് പോകും. അത് നമുക്ക് ഒരു പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിലോ, നമ്മൾ തീർച്ചയില്ലാത്തൊരു കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ ആണ് നമുക്ക് റൈസിങ് ഇൻഡോനേഷൻ പൊതുവെ ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോ am I going to present? നമ്മളെ തന്നെ ഉറപ്പില്ല. യു മേ പ്രസന്റ് യുവർ ടോപ്പിക് നൗ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് am I going to present? ഞാനിപ്പോ പ്രസന്റ് ചെയ്യാൻ പോവാണോ? അല്ലെങ്കിൽ I'm going to present എന്ന് ചോദിക്കുമ്പോൾ I'm not sure that whether I am going to present or not, or I'm not sure that whether I can present or not. അല്ലെ? അല്ലെങ്കിൽ ഇതന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, am I going to present എന്നുള്ളത്. പക്ഷേ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കോൺഫിഡന്റ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് I'm going to present. അപ്പൊ നമുക്ക് ആ റൈസിങ് ഇൻഡോനേഷൻ അല്ല വരുന്നത്. ഇഫ് ഐ എം കോൺഫിഡന്റ് വാട്ട് ഐ എം സെയിങ്, വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്, നമുക്ക് വളരെ ശാന്തമായിട്ടുള്ള ഒരു ലാൻഡിങ് ആണ് സെന്റൻസിൽ വരിക. ഐ എം ഗോയിങ് ടു പ്രസന്റ്. അതർവൈസ് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മളൊന്ന് റൈസ് ആയിട്ടാണ് വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ നെയിം എന്നുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് ഹൈറ്റിൽ വരും. സോ അതൊരു റൈസിങ് ഇൻഡോനേഷൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യനും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലും ഷുവർട്ടി ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റിലും റൈസിങ് ഇൻഡോനേഷൻ വരും. ഒരു സീരിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് നമ്മളെ തന്നെ ഉറപ്പുള്ള, അല്ല അങ്ങനെ ഏതൊരു സ്റ്റേറ്റ്മെന്റിലും നിങ്ങൾ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഫോളിങ് ഇൻഡോനേഷനിലാണ് സാധാരണ വരിക. അവസാനം എത്തുമ്പോഴേക്ക് ശബ്ദം ഒന്ന് താഴ്ന്നിട്ടാണ് വരിക. അപ്പൊ അത് മാത്രമല്ല ഇൻഡോനേഷ്യൻ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അത് മാത്രമല്ല അരമണിക്കൂറിൽ നമുക്ക് അത്രേ പോസിബിൾ ആവുള്ളൂ. ഇനി മറ്റൊരു കാര്യമുള്ളത് ഗ്രാവിറ്റാസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് ഉണ്ട്. ഗ്രാവിറ്റാസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു ലീഡർഷിപ്പ്. അതായത് ഇഫ് യു വാണ്ട് ടു ബി എ ലീഡർ and if you want to talk like a leader before an audience or in your company, whatever, നിങ്ങളുടെ സംസാരം സീരിയസ് ആയിരിക്കണം അല്ലേ? You should be so clear about your thoughts and ideas, and you should be able to present those ideas before your team members അല്ലെ? അപ്പോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനാണ് ഗ്രാവിറ്റാസ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? അപ്പോ ഗ്രാവിറ്റാസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ മുന്നിൽ വന്നിട്ട് പറയാണ് ബൈ ടുമോറോ വി ഷുഡ് കംപ്ലീറ്റ് ദ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ അവര് വിചാരിക്കും ഇയാൾക്ക് തന്നെ ഇതിനെ കുറിച്ച് വലിയ ഉറപ്പില്ല, പിന്നെ ഇപ്പൊ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? പക്ഷെ ആസ് എ ലീഡർ നിങ്ങൾ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത്? നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ട ഒരു വിധം ബൈ ടുമോറോ വി ഷുഡ് complete the project. But tomorrow we should complete the project. അത് നിങ്ങളുടെ ഒരു പ്രസന്റേഷനിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ യു കനോട്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സെയിം ലെവൽ ഓഫ് സീരിയസ്നെസ് വിത്ത് യുവർ ടീം മെമ്പേഴ്സ്. അവിടെ നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത് എന്ത് ചെയ്യും? അത് താഴോട്ട് പോകും. Nobody would obey you. Nobody would follow you because you are a failure in your communicative skills. അല്ലെ? അപ്പൊ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും when you are a leader, you have to learn how to communicate with your team members. ആ ഒരു പ്രത്യേക സെഗ്മെന്റിന് പറയുന്ന പേരാണ് ഗ്രാവിറ്റാസ്, സീരിയസ്നെസ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. എനിക്കറിയാം ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പിന്നെ ഈ ഓരോ കാര്യങ്ങളും പരിശീലിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം വേറെ 2 കാര്യങ്ങൾ ഉള്ളത്, ഞാൻ 2 എന്താ പറയാ ടോപ്പിക്സ് മാത്രം പറയാം. ഒന്നാമത്തെ കാര്യം ഹൗ ടു ഇംപ്രൂവ് യുവർ ആക്സെന്റ്. അതില് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സെലക്ട് വൺ ഓഫ് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ് and select their English speeches. For example, Priyanka Chopra എന്ന് പറഞ്ഞൊരു സെൽഫ് മെയ്ഡ് വുമൺ ആണ്.
അവരുടെ സ്പീച്ചസ് എന്ന് പറഞ്ഞാൽ അത്രയും എക്സലന്റ് ആണ്. നിങ്ങൾക്ക് അത് കണ്ട് അവരുടെ കൂടെ സംസാരിക്കുമ്പോൾ അവരുടെ ഹാൻഡ് ജെസ്റ്റേഴ്സ് എന്താണ്, അവരുടെ ബോഡി ലാംഗ്വേജ് എന്താണ്, അവരുടെ ഐ മൂവ്മെന്റ് എന്താണ്, അവരുടെ സ്പീച്ച് ക്ലാരിറ്റി എന്താണ്, അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാം. അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാവധാനം നിങ്ങൾക്ക് ബോഡി ലാംഗ്വേജ് ഉണ്ടാവും. സ്റ്റാൻഡ് ടോൾ, കഴുത്ത് ഇങ്ങനെ പിടിക്കാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, വേണ്ടിടത്തൊക്കെ ഹാൻഡ് മൂവ് ചെയ്യുക, ബോഡി മൂവ്മെന്റ് വേണ്ടിടത്ത് അത് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോൺ ഓണാക്കി വെച്ചിട്ട് ഒരു വീഡിയോ ഓണാക്കി വെച്ചിട്ട് അവരുടെ കൂടെ പറഞ്ഞു നോക്കാം. ആൻഡ് നിങ്ങൾക്ക് തന്നെ സെയിം കാര്യം വേറൊരു തരത്തിൽ ചെയ്യാം. അതിന് ഷാഡോയിങ് എന്നാണ് പറയുന്നത്. നമ്മൾ നിസ്കരിക്കുമ്പോ ഇമാമിന്റെ പിന്നാലല്ലേ നമ്മൾ പോവാ, ഇമാമിന്റെ കൂടെ അല്ലല്ലോ പോവാ. അപ്പൊ അതുപോലെ അവര് സംസാരിക്കുമ്പോൾ ഒരു സെന്റൻസ് കേൾക്കുക, സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ഒരു സെന്റൻസ് കേൾക്കുക, സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. നാച്ചുറലി നിങ്ങളുടെ ആക്സെന്റ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ടോൺ, പിച്ച് എല്ലാം മെല്ലെ മെല്ലെ റെഡി ആയിട്ട് വരും. ഇത് ഒരു വീഡിയോ വെച്ചിട്ട് ചെയ്യാവുന്ന 2 കാര്യങ്ങളാണ്. അതിന്റെ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ആക്സെന്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോ നല്ല ആക്സെന്റ്, നല്ല ലാംഗ്വേജ് എല്ലാവരും ഡെവലപ്പ് ചെയ്യുക, ലൈഫിൽ വിജയിക്കുക. താങ്ക് യു. കഴിഞ്ഞു. ഇത്ര 7 മണി വരെ അല്ലേ? ഓക്കെ മാം, കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു മാം. ഇന്നത്തെ ക്ലാസ് വ്യത്യസ്തമായൊരു ടോപ്പിക്കുമായി നമ്മുടെ മുന്നിലേക്ക് വന്ന ഷാനിമോൾ സി കുരിക്കൽ മാമിനെ ആദ്യമേ തന്നെ ഡിവിഷന്റെയും സിജിയുടെയും നന്ദി അറിയിക്കുകയാണ്. മാം ആദ്യം പറഞ്ഞു സുഖമില്ല, പനിയാണ് എന്ന്. ആ പനിയുടെ ക്ഷീണം മുഖത്ത് കാണാനുണ്ട്. എന്നിട്ടും ആ ഒരു സംഭവം ഈ ക്ലാസ് എടുക്കാൻ ഏറ്റതിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മാമാക്ഷി പനിയും ക്ഷീണവുമായിട്ട് ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചതിന് ആദ്യമേ തന്നെ ഡിവിഷൻ ടീമിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനും ആദ്യമേ തന്നെ സിജിയുടെയും ഡിവിഷന്റെയും നന്ദി പറയുന്നു. മാമിന് നമുക്ക് ഭാഷ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. നമ്മുടെ പിന്നെ ആശയവിനിമയത്തിന്, നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരോട് പറയാനും ഒക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഷയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ നമ്മൾ എങ്ങനെയൊക്കെ മനോഹരമായി കൈകാര്യം ചെയ്യണമെന്ന് വളരെ മനോഹരമായി തന്നെ മാം ഇവിടെ പറഞ്ഞു തന്നു. മാം പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ മലയാളം മറക്കണം എന്നാണ് മാം പറഞ്ഞത്. മലയാളവും ഇംഗ്ലീഷും എത്രത്തോളം വ്യത്യസ്തമാണെന്നും ഇംഗ്ലീഷ് ഒരു മ്യൂസിക് പോലെ എന്ന് മാം ഇവിടെ പറഞ്ഞു. അത് ഇംഗ്ലീഷ് നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ഇംഗ്ലീഷും അവര് പറയുന്ന ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം, ഉച്ചാരണത്തിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. അത് മാം പറഞ്ഞു ഈ ഓരോ വാക്കിനും നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം, നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ. മലയാളത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും എന്ന് തോന്നുന്നു. ഒരു വാക്ക് നമ്മൾ പറയാറുണ്ട്, അവൻ ഇന്നലെ രാത്രി അവിടെ വന്നെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ അവൻ ഇന്നലെ രാത്രി അവിടെ വന്നെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ ഇന്നലെ എന്ന് നമ്മൾ ഊന്നി പറയുമ്പോൾ അവൻ ഇന്നലെ രാത്രി വന്നില്ല എന്ന് പറഞ്ഞില്ല, ഇവിടെ അതിന് മുന്നത്തെ രാത്രി വന്നിട്ടുണ്ടാകും എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അതിനുശേഷം അവൻ ഇന്നലെ രാത്രി അവിടെ വന്നെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ രാത്രി വരാറില്ല, വേറെ എപ്പോഴൊക്കെയോ വരാറുണ്ട് എന്നൊരു അർത്ഥം വരും. അത് കഴിഞ്ഞ് അവൻ ഇന്നലെ രാത്രി അവിടെ വന്നെന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോ പിന്നെയും അർത്ഥം മാറി. അവിടെ വന്നില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ, വേറെ എവിടെയൊക്കെയോ വരാറുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം എല്ലാ ഭാഷയിലും ഉണ്ട്. നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഇത് മാമിയുടെ പറഞ്ഞു. പിന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ആക്സന്റ് ശ്രദ്ധിക്കേണ്ടതൊക്കെ വളരെ കൃത്യമായി മാമിയുടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ക്ലാസ് കൊണ്ട് തീരുന്ന ഒരു വിഷയമല്ല എന്നറിയാം, എങ്കിലും അരമണിക്കൂർ കൊണ്ട് വളരെ തന്നെ നന്നായി ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി മാമിനും നമ്മുടെ പാർട്ടിസിപ്പൻസിനും ഡയറക്ടർ ന്യൂസിയാമിനും ടീം ഇൻചാർജ് നസിയാമിനും നന്ദി പറഞ്ഞുകൊണ്ട് നാളെ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ പിരിയാം. താങ്ക് യു ഓൾ.